നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതിലും ഭേദം രാഷ്ട്രപതി ഭരണമാണ്. കേരളത്തിലെ ജനങ്ങൾ പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. സാധാരണ ഒരു ഭരണം മാറി തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പാർട്ടി അധികാരത്തിലെത്തുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള വ്യക്തിക്ക് എസ്കോർട്ടും പൈലറ്റുമൊക്കെ നൽകും പോലീസ്. കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാകും എന്ന സംശയം പോലീസ് മേധാവിക്കും. ഇതിനെ തുടർന്നാണ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും സുരക്ഷ നൽകാൻ പോലീസ് മേധാവി ഉത്തരവ് നൽകിയത്. ഇതനുസരിച്ച് രമേശിനും സതീശനും എസ്കോർട്ടും പൈലറ്റുമൊക്കെ അനുവദിച്ചു. എസ്കോർട്ടും പൈലറ്റുമൊക്കെ രമേശിൻ്റെ വീട്ടിലെത്തിയപ്പോൾ രമേശ് പറഞ്ഞു, ഇതൊന്നും എനിക്ക് വേണ്ട, എടുത്തുകൊണ്ടുപോ. എറണാകുളത്തും ഇതുതന്നെയാണ് സംഭവിച്ചത്. വി.ഡി. സതീശൻ്റെ വീട്ടിൽ എസ്കോർട്ടും പൈലറ്റുമായി പോലീസ് എത്തിയപ്പോൾ വി.ഡിയും അലറി, എനിക്കും ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. ആരാണ് മുഖ്യമന്ത്രി എന്നറിയാതെ ഇരുവരും കുഴങ്ങി നിൽക്കുന്ന കാഴ്ച. ഇന്ന് രാവിലെ സ്റ്റുഡിയോയിലേക്ക് വരുന്നതിനിടയിൽ നിരവധി പേരെ കണ്ടു. എല്ലാവർക്കും അറിയേണ്ടത് കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം എവിടെ എത്തിയെന്ന്. പിണറായി വിജയനെ നമുക്ക് 5 വർഷത്തേക്ക് കാവൽ മുഖ്യമന്ത്രിയാക്കാം എന്ന് ജനങ്ങൾ പറയുന്നു. തോറ്റമ്പിയ പിണറായി വിജയൻ തന്നെയാണ് 8ാം ദിനവും കേരളം ഭരിക്കുന്നത്. കോൺഗ്രസിന്റെ പൊറാട്ട് നാടകം കണ്ട് കേരളം മടുത്തു. കെ.സി. വേണുഗോപാലിന്റെ പേര് ആദ്യം തന്നെ എഴുതി വച്ചിരുന്നു. അതിന് വേണ്ടത്ര പിന്തുണ ഉറപ്പിക്കുകയായിരുന്നു കേന്ദ്ര നിരീക്ഷകരുടെ ലക്ഷ്യം. അവർ കേരളത്തിലെത്തുമ്പോൾ എം.എൽ.എമാരെയൊക്കെ ചാക്കിട്ട് പിടിച്ച് കെ.സിക്ക് അനുകൂലമായി ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിരുന്നു. കെ.സിയുടെ ഗ്രൂപ്പ് മാനേജർമാർ അതിശക്തമായ നീക്കങ്ങളാണ് കേരളത്തിൽ നടത്തിയത്. എ ഗ്രൂപ്പിനെ അടപടലം അവർ വിഴുങ്ങിക്കളഞ്ഞു. ഒരു കാര്യം വ്യക്തമാണ്, എം.എൽ.എമാരിൽ ഭൂരിപക്ഷം കെ.സിയെ പിന്തുണച്ചു. എന്നാൽ മറ്റു ചില അട്ടിമറി വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നു. വി.ഡി. സതീശന് വേണ്ടിയും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയും വാദിച്ച എം.എൽ.എമാരുടെ പേര് പോലും ഒടുവിൽ ലിസ്റ്റിൽ കേന്ദ്ര നിരീക്ഷകർ കെ.സിയുടെ പേരിൽ തിരികെ കയറ്റി. ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഡൽഹിയിൽ നടന്ന ചർച്ചകൾ, ആ ചർച്ചകൾ ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന് രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ഇപ്പോൾ വിശ്വസിക്കുന്നു. ഉച്ച കഴിഞ്ഞ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തുമ്പോൾ രാഹുൽ ഗാന്ധിയും ഖാർഗെയും കെ.സിയെ ഏതാണ്ട് ഉറപ്പിച്ചു നിൽക്കുന്ന മട്ടിലായിരുന്നു. എന്നാൽ സതീശൻ്റെയും രമേശിൻ്റെയും ഉഗ്രവാദത്തിന് മുന്നിൽ ഒരു വേള അവർ ഭയപ്പെട്ടു. ആദ്യഘട്ടത്തിൽ 3 പേരെയും ഒരുമിച്ചിരുത്തി കേരളത്തിലെ പോസ്റ്റർ യുദ്ധവും ഫ്ലെക്സ് യുദ്ധവും ഉടൻ അവസാനിപ്പിക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഒരു വശത്ത് 3 പേരോടും ഒരു കാരണവശാലും തെരുവിലിറങ്ങി പ്രകടനം നടത്തിക്കരുത് അണികളെ കൊണ്ട് എന്ന് രാഹുൽ ഗാന്ധി ഉത്തരവ് നൽകുമ്പോൾ, മറുവശത്ത് AICCയുടെ ഒരു തിട്ടൂരം കേരളത്തിലെ എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലും എത്തി. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമ്പോൾ വലിയ ആഹ്ലാദ പ്രകടനം നടത്തണമെന്നായിരുന്നു ഈ ഉത്തരവ്. ഒരു കാര്യം വ്യക്തമായിരുന്നു, ശനിയാഴ്ച തന്നെ കെ.സി. വേണുഗോപാലിനെ പ്രഖ്യാപിക്കുകയായിരുന്നു ഖാർഗെയുടെയും രാഹുലിൻ്റെയും ലക്ഷ്യം. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നിരുവർക്കും മനസ്സിലായി. ഖാർഗെയുടെ വസതിയിൽ യോഗം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് പ്രിയങ്ക അവിടേക്ക് വന്നു. പ്രിയങ്ക അവിടേക്ക് വന്നതിന് ഒരു കാരണവുമുണ്ടായി. പ്രിയങ്കയെ E.T. മുഹമ്മദ് ബഷീർ ഫോണിൽ വിളിച്ചു. അവിവേകമൊന്നും കാട്ടരുത്, കെ.സിയെ കെട്ടിയിറക്കിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് E.T. മുഹമ്മദ് ബഷീർ പ്രിയങ്കയെ ധരിപ്പിച്ചു. വി.ഡി. സതീശനെയാണ് ജനങ്ങളും ഞങ്ങളും പിന്തുണയ്ക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഉറച്ച പിന്തുണ വി.ഡി. സതീശനാണ് എന്ന് E.T. മുഹമ്മദ് ബഷീർ പറഞ്ഞു. ഏറിയാൽ രമേശ് ചെന്നിത്തലയ്ക്ക് തങ്ങൾ പിന്തുണ നൽകും എന്ന സൂചന E.T.യുടെ വാക്കുകളിൽ. ഒരു കാരണവശാലും ഇനി കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. മുസ്ലിം ലീഗിൻ്റെ വാക്കുകളിൽ ശക്തമായ മുന്നറിയിപ്പ്. അതിൻ്റെ അപകടം പ്രിയങ്ക മനസ്സിലാക്കി. തുടർന്നാണ് ഖാർഗെയുടെ വസതിയിലെത്തി രാഹുൽ ഗാന്ധിയോട് ഈ വിവരം പറഞ്ഞത്. ഇതിനിടയിൽ മറ്റു ചില വാർത്തകളും ഡൽഹിയിലെത്തി. ഏകപക്ഷീയമായി കെ.സി. വേണുഗോപാലിനെ പ്രഖ്യാപിച്ചാൽ ക്യാബിനറ്റിൽ ചേരാതെ മുസ്ലിം ലീഗ് മാറി നിൽക്കും എന്ന മുന്നറിയിപ്പ്. ഒടുവിൽ ഒരു തീരുമാനമെടുക്കാതെ ഹൈക്കമാൻഡ് കുഴങ്ങി. മറുവശത്ത് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡ് 2 ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് ഒടുവിൽ 3 നേതാക്കളെയും അറിയിച്ചു. എന്നാൽ ഈ തീരുമാനം സോണിയാഗാന്ധിയുടെയും A.K. ആന്റണിയുടെയും ഒക്കെ താൽപ്പര്യം മനസ്സിലാക്കിയാവും എന്നും രാഹുൽ സൂചിപ്പിച്ചു. സോണിയാഗാന്ധിയും A.K. ആന്റണിയും ഇടപെടും എന്ന് മനസ്സിലാക്കിയ രമേശ് ചെന്നിത്തല തുടർന്ന് അനുനയത്തിൻ്റെ പാതയിലായി. ഏകപക്ഷീയ തീരുമാനങ്ങൾ ഉണ്ടാവില്ല എന്ന ഉറപ്പിലാണ് പിന്നീട് ഡൽഹിയിൽ നിന്ന് ഞായറാഴ്ച രമേശ് ചെന്നിത്തല മടങ്ങിയത്. ശനിയാഴ്ച വി.ഡി. സതീശൻ മടങ്ങുമ്പോൾ സതീശന് ഒരു കാര്യം ഉറപ്പിച്ചു, മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള തൻ്റെ ഓട്ടം അത്ര വിജയിക്കില്ല. ഇനി നാണക്കേട് ഒഴിവാക്കി എങ്ങനെയെങ്കിലും ഒരു സമവായ ഫോർമുല, അതാണ് സതീശനും പ്രതീക്ഷിക്കുന്നത്. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി അംഗീകരിച്ചാൽ വി.ഡി. സതീശനെ ഉപമുഖ്യമന്ത്രിയാക്കാം എന്നൊരു ഫോർമുല കെ.സി. പക്ഷം വി.ഡിക്ക് മുന്നിൽ വെച്ചു. എന്നാൽ തുടക്കത്തിൽ തന്നെ വി.ഡി. പക്ഷം അത് നിരാകരിച്ചു. കെ.സിയുടെ കീഴിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നാൽ ആകെ ശോഭ കെട്ടുപോകും എന്ന് വി.ഡി. സതീശന് മനസ്സിലായി. മറുവശത്ത് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കി വി.ഡിയെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു ഫോർമുല,
അതിനോട് അനുകൂല മനോഭാവമാണ് VD പ്രകടിപ്പിച്ചത്. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കി VDയെ ഉപമുഖ്യമന്ത്രിയാക്കുക, ഇത്തരമൊരു ഫോർമുലയാണ് AK ആന്റണിയുടെയും സോണിയാഗാന്ധിയുടെയും മനസ്സിലിരിക്കുന്നത്. എന്നാൽ KCയെ തന്നെ മുഖ്യമന്ത്രിയായി ഇവിടെ വാഴിക്കണമെന്ന് രാഹുൽ ഗാന്ധിക്ക് വലിയ വാശിയാണ്. അതേ കോൺഗ്രസ് പാർട്ടിക്കും UDFനും വോട്ടുകുത്തിയവർക്ക് നേരെയാണ് ഇവരിപ്പോൾ കൊഞ്ഞനം കുത്തുന്നത്. MP മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഹൈക്കമാൻഡ് തീരുമാനം ഇവിടെ തിരുത്തപ്പെടുന്നു. പിന്നെന്തിനാണ് ഇത്തരമൊരു നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിച്ചത്? ആരെ തോൽപ്പിക്കാൻ? അടൂർ പ്രകാശിനും K സുധാകരനും മുൻപ് കേരളത്തിൽ മത്സരിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നു. ഈഴവ പ്രാതിനിധ്യം മുൻനിർത്തി അടൂർ പ്രകാശിന് മുഖ്യമന്ത്രി കസേരയിൽ എത്താനുള്ള ഒരു പൂതിയുമുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് ഇരുവരെയും വെട്ടിദൂരെ എറിഞ്ഞത്. ഒടുവിൽ വളഞ്ഞ വഴിയിലൂടെ KC വേണുഗോപാൽ കേരളത്തിലേക്ക് ഊർന്നിറങ്ങുമ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകരുടെ നെഞ്ചിൽ തീ കോരിയിടുന്നതിന് സമാനമാണ്. വെറും 108 സീറ്റിൽ ഭൂരിപക്ഷമില്ലാതിരുന്ന തമിഴ്നാട്ടിൽ പോലും ഇപ്പോൾ വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ന് നിയമസഭ ചേരുന്നു. എന്നാൽ മഹാഭൂരിപക്ഷത്തിൽ UDFനെ വിജയിപ്പിച്ച കേരളത്തിലെ ജനങ്ങൾ പമ്പര വിഡ്ഢികളാവുന്ന കാഴ്ച. KC മുഖ്യമന്ത്രിയായാൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ. ഇതുതന്നെയാണ് ഹൈക്കമാൻഡിനെ ഇപ്പോൾ വിറപ്പിക്കുന്നതും. ആലപ്പുഴ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ വന്നാൽ ജയിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട്. ഇനി സാക്ഷാൽ ഇരിക്കൂറിൽ മത്സരിച്ചാൽ പോലും VD സതീശനും രമേശ് ചെന്നിത്തലയും ഇടഞ്ഞു നിന്നാൽ KCയുടെ കഥയും തീരും. മുഖ്യമന്ത്രി പ്രഖ്യാപനം താമസിപ്പിക്കുന്നതിന് പിന്നിൽ ഒരു കാര്യം വ്യക്തമാണ്. KCയെ കേരളത്തിൽ അവതരിപ്പിക്കാനുള്ള കളം ഒന്ന് മെനഞ്ഞെടുക്കുക. ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാണ്. കോൺഗ്രസിന് ഉരുട്ടിക്കൊടുത്ത വോട്ട് ഇപ്പോൾ ജനങ്ങൾക്ക് തന്നെ പാരയായിരിക്കുന്നു. ഒടുക്കത്തെ അഹങ്കാരവും ധാർഷ്ട്യവും. ഇതിനപ്പുറം പിണറായി വിജയൻ തന്നെ ഭരിച്ചാൽ മതിയായിരുന്നു എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഈ മുടിഞ്ഞ കോൺഗ്രസ്. KC വേണുഗോപാലിനെ ഒന്ന് കേരളത്തിലേക്ക് അയക്കാൻ വലിയ ഭൂതിയുണ്ട് ഉത്തരേന്ത്യൻ കോൺഗ്രസ് നേതാക്കൾക്ക്. ദക്ഷിണേന്ത്യയിൽ നിന്നാണ് ഇപ്പോൾ AICC അധ്യക്ഷനും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും. സംഘടനാ ചുമതലയിൽ KC വേണുഗോപാൽ കയറിയിരുന്നിട്ട് ഏകദേശം 7 വർഷമായി. അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു. പകരം എവിടെ KC വേണുഗോപാലിനെ പ്രതിഷ്ഠിക്കുമെന്നതാണ് രാഹുലിൻ്റെയും ഏറ്റവും വലിയ തലവേദന. ഇക്കഴിഞ്ഞ ദിവസം KCയുമായി രാഹുൽ ഗാന്ധി ഒരു രഹസ്യ മീറ്റിംഗ് നടത്തി എന്ന് NDTV റിപ്പോർട്ട് ചെയ്തിരുന്നു. KCയെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കാൻ രാഹുൽ തന്നെ കരുക്കൾ നീക്കുന്നുവെന്നാണ് NDTVയുടെ റിപ്പോർട്ട്. ഒരു കാര്യം വ്യക്തമാണ്, VD സതീശൻ്റെ വാതിലുകൾ അടഞ്ഞിരിക്കുന്നു. സമവായ ഫോർമുലയുടെ ഭാഗമായി രമേശ് ചെന്നിത്തല വരുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ തമ്മിൽ തല്ല് കണ്ട് ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണക്കറ്റ് പരിഹസിച്ചു. വേണമെങ്കിൽ 5 വർഷത്തേക്ക് 5 മുഖ്യമന്ത്രിമാരെ നിയോഗിക്കാം എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പരിഹാസം. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി പരസ്പരം കലഹിച്ച് ഡൽഹിയിലെത്തിയ 3 നേതാക്കളോടും രാഹുൽ ഗാന്ധി പറഞ്ഞത്, ആദ്യം നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യൂ, വലിയ യുദ്ധം കഴിഞ്ഞ് വന്നതല്ലേ. രാഹുലിൻ്റെ മനസ്സിലിരിപ്പ് വ്യക്തമായിരുന്നു. KCയുടെ പേര് അങ്ങ് അംഗീകരിപ്പിക്കുക. എന്നാൽ അതിന് രക്ഷയില്ല എന്ന് ഖാർഗെയും രാഹുൽ ഗാന്ധിയും മനസ്സിലാക്കിയ മണിക്കൂറുകൾ. 3 നേതാക്കളോടും രാഹുൽ ഗാന്ധി ഒടുവിൽ പറഞ്ഞു, നമുക്ക് സമയമുണ്ട്, തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല, തീരുമാനം എല്ലാവരെയും ബഹുമാനിക്കുന്നതാവും. കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള തുടർ ചർച്ചകൾ ഞായറാഴ്ച ഡൽഹിയിൽ നടന്നില്ല എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. വിജയുടെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി ചെന്നൈയിലേക്ക് പോരേണ്ടി വന്നു. ഖാർഗെയ്ക്ക് കർണാടകയിൽ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. ഖാർഗെ ഇന്ന് വൈകിട്ട് ഡൽഹിയിലെത്തും. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയെങ്കിൽ VD സതീശൻ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ അത് വലിയ തലവേദനയാകും. അതിനുള്ള അനുനയ ചർച്ചകൾ ഒരു വഴിക്ക് നടക്കുന്നു. മുസ്ലിം ലീഗിനെ മെരുക്കാൻ കേരളത്തിലെ വൻ വ്യവസായി ഇപ്പോഴും കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിം ലീഗ് ഏറെക്കുറെ വഴങ്ങിയ മട്ടിലായി. ഇനി രമേശ് ചെന്നിത്തലയ്ക്കാണ് മുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നതെങ്കിൽ സതീശന് മന്ത്രിസഭയിൽ ഒരു മുന്തിയ പരിഗണന ലഭിക്കും. ഇതിനും സതീശന് അനുകൂല മനോഭാവം പ്രകടിപ്പിക്കണം. VD സതീശനാണ് മുഖ്യമന്ത്രിയെങ്കിൽ കാര്യങ്ങൾ പിന്നെയും കൈവിട്ടു പോകും. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉൾപ്പെടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തന്ത്രപരമായ നീക്കങ്ങളാണ് കേരളത്തിൽ KC ക്യാമ്പ് അനുവർത്തിക്കുന്നത്. മാധ്യമങ്ങളെ ഇപ്പോഴും അവർ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നു. മറുവശത്ത് AICC നിരീക്ഷകർക്ക് പുറമെ ഒരു പ്രത്യേക സംഘത്തെ ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് അയച്ചിരുന്നു. ഈ പ്രത്യേക സംഘം ദിവസേന എന്നോണം AICCക്ക് റിപ്പോർട്ടുകൾ കൈമാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ കളം KCക്ക് അനുകൂലമായി വരുന്നു എന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഇവർ AICCക്കും ഹൈക്കമാൻഡിനും നൽകുന്ന റിപ്പോർട്ടുകൾ. AK ആന്റണി, VM സുധീരൻ തുടങ്ങിയ നേതാക്കളുമായി ചർച്ച നടത്തുകയും KCക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുകയും ചെയ്യുകയാണ് ഈ സംഘത്തിൻ്റെ ലക്ഷ്യം. മുഖ്യമന്ത്രി വിഷയത്തിൽ ഘടകകക്ഷികൾ അറിയിച്ചിരിക്കുന്ന അഭിപ്രായങ്ങളിൽ മാറ്റം വരുത്തണം, അവരെ അനുനയിപ്പിക്കണം. കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സ്ഥിതി വിഭിന്നമാണ്. അവിടെ കോൺഗ്രസിന് മാത്രം താൽപ്പര്യം പരിഗണിച്ചാൽ മതി.
എന്നാൽ കേരളത്തിലെ ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്, ഏറെ സ്വാധീന ശക്തിയുള്ളവരാണ്. രാഹുലും പ്രിയങ്കയുമൊക്കെ കേരളത്തിൽ മത്സരിച്ച് വിജയിച്ചവർ. പ്രിയങ്കയ്ക്ക് ഇപ്പോഴും വയനാട് തെരഞ്ഞെടുപ്പ് മുന്നിലുണ്ട്. വയനാട്ടിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ഇടഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് കോൺഗ്രസിനും ഹൈക്കമാൻഡിനും വ്യക്തമായി അറിയാം. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ എത്രയും പെട്ടെന്ന് അധികാരത്തിൽ നിന്ന് ഇറക്കിവിടാനാണ് കോൺഗ്രസിന് വോട്ട് ചെയ്ത് ജനം അവരെ വിജയിപ്പിച്ചത്. എന്നിട്ടും അതിന് സാധ്യമാവാതെ നട്ടം തിരിയുന്ന പാവം ജനങ്ങൾ. പിണറായിയെ ഇങ്ങനെയൊരു കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ ഒരു കാരണവശാലും ജനങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നില്ല. ഇതൊന്നും മനസ്സിലാക്കാതെയുള്ള കോൺഗ്രസിന്റെ കസേര കളി കണ്ട് എല്ലാവരും തളർന്നിരിക്കുകയാണ്. കേരളത്തിലെ MP എന്ന നിലയിൽ പ്രിയങ്ക ഗാന്ധിയുടെ നിലപാട് ഏറെ ശ്രദ്ധേയമായിരിക്കും. പ്രിയങ്ക ഗാന്ധി പരസ്യമായി KCയെ പിന്തുണയ്ക്കുന്നില്ല. കേരളത്തിലെ പ്രത്യേക സാഹചര്യം പ്രിയങ്കയെ പല നേതാക്കളും പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നു. 2021 തുടങ്ങിയ കരുനീക്കങ്ങൾ ഒടുവിൽ 2026 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത തേടുകയായിരുന്നു KC വേണുഗോപാൽ. ഇപ്പോൾ KCയെ പ്രകീർത്തിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. MLA-മാരുടെ ഭൂരിപക്ഷമാണോ ജനകീയ പിന്തുണയാണോ വലുത് എന്ന ചോദ്യം ഇവിടെ ശ്രദ്ധേയമാകുന്നു. പ്രഖ്യാപനത്തിന് മുൻപ് തങ്ങളെ വിശ്വാസത്തിലെടുത്തേക്കാൻ ശ്രമിച്ചേക്കാമെന്നല്ലാതെ കൂടുതൽ ചർച്ചകൾ ഇനിയുണ്ടാകില്ല എന്ന് നേതാക്കളും തിരിച്ചറിയുന്നു. VD സതീശൻ ഇപ്പോൾ കൊച്ചിയിലാണ്. രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്തും. ഇരുവരുമായി യാതൊരുവിധ ആശയവിനിമയവും ഇപ്പോൾ സംഭവിക്കുന്നില്ല. ടീം സാധ്യതയെക്കുറിച്ച് ചിലർ പറയുന്നതല്ലാതെ ഇരുവർക്കും അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് യാതൊരുവിധ രൂപവുമില്ല. ഹൈക്കമാൻഡിൻ്റെ ഉള്ളിലിരിപ്പ് വ്യക്തമാണ്. എല്ലാം അനുനയിപ്പിച്ച് KCയെ ഇവിടെ മുഖ്യമന്ത്രിയായി വാഴിക്കുക. എന്നാൽ അതിനനുവദിക്കാതെ ജനം. മറുവശത്ത് AK ആന്റണിയും സോണിയാഗാന്ധിയുമൊക്കെ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുമ്പോൾ സമവായ ഫോർമുല ഉരുത്തിരിയുമെന്ന് കോൺഗ്രസിന്റെ പ്രതീക്ഷ. കയറിൽ കെട്ടി ഊർന്നിറങ്ങാൻ ശ്രമിക്കുന്ന KC വേണുഗോപാലിനെ തൊഴിച്ചെറിയുകയാണ് ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ. മറുവശത്ത് രമേശ് ചെന്നിത്തലയുടെ സമവായ ഫോർമുല ഇപ്പോഴും ഉച്ചത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. എന്നാൽ ആ കെട്ടിയിറക്ക് ഇവിടെ സംഭവിക്കുമോ എന്ന ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.